ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വാർത്ത, മനസ്സും നമ്മളെ കണ്ണൊക്കെ കുളിർമയേക്കുമെന്ന് പറയുമല്ലോ, ഭയങ്കര മനോഹരമായിട്ടൊരു വാർത്ത. അത് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, അതിനെ പറ്റിയിട്ട് പറയാതിരിക്കാനും പറ്റത്തില്ല. മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമലയിൽ ആ ഒരു ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് 51 വീടുകളാണ് മുസ്ലിം ലീഗ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 51 വീടുകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ടൗൺഷിപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ട് ഈ സർക്കാർ, നമ്മളെ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള നാടകങ്ങളും ഈ മുണ്ടക്കയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പിരിച്ചിട്ടുള്ള പൈസകളെല്ലാം കട്ടുമുടിച്ച് തിന്നിട്ട് അവസാനം എന്തായി? ഇലക്ഷൻ്റെ സമയം തൊട്ട് മുമ്പ് ഇലക്ഷൻ്റെ ഒരു ഡ്രാമയായിട്ട് അവിടെ വീടുകളൊക്കെ വെച്ച് കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കുറേ വീടുകൾ, വെറും പട്ടിക്ക് പോലും, അത് കണ്ടു കഴിഞ്ഞാൽ പട്ടി പോലും അതിനകത്ത് കയറി കിടക്കത്തില്ല, അങ്ങനെയുള്ള കുറേ വീടുകൾ വെച്ച് കൊടുത്തിട്ട് ഇതാ കിടക്കുന്നു. കയറി രണ്ടാമത്തെ ദിവസം വീടിൻ്റെ ഭിത്തിയൊക്കെ വിണ്ട് വെണ്ണീറായി പൊളിഞ്ഞു മറിഞ്ഞിരിക്കുന്നതൊക്കെ നമ്മൾ മീഡിയകൾ, വാർത്താ ചാനലുകളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. 51 വീടുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. മുസ്ലിം ലീഗ് പണിഞ്ഞു കൊടുത്തു, മാത്രമല്ല അതിൻ്റെ എല്ലാ ഫർണിച്ചറും കാര്യങ്ങളും ഉൾപ്പെടെയാണ് അവരത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് 1 രൂപയെങ്കിലും ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്ഷരം തെറ്റാതെ പറയാം, ആ 1 രൂപ പോലും നിങ്ങൾ പാഴായിട്ടില്ല. പക്ഷേ നേരെ തിരിച്ച് സർക്കാരിന് കൊടുത്തിട്ടുള്ള പൈസകളെല്ലാം പാഴായെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ആ ഒരു വാർത്ത ഞാനിവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. 1ഉം 2ഉം വീടല്ല, 51 വീടുകളാണ് പണി കഴിപ്പിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ ആളുകൾ താമസം തുടങ്ങി. അപ്പം ഇന്ന് ബാക്കിയുള്ള ആളുകളെല്ലാം താമസം തുടങ്ങുന്നു 51 വീടുകളിൽ. എന്തൊരു മനോഹരമായിട്ടുള്ള വീടുകളാണ് അതൊക്കെ കണ്ടിട്ട്. ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സെറ്റപ്പ് വീടെന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം ലീഗിന് ഒരു ആത്മാർത്ഥമായിട്ട് അഭിനന്ദനങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. കാരണം ഇത്രയും നല്ല കാര്യങ്ങൾ, സാധാരണ ലീഗിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ ഉള്ളൊരു രീതിയിലാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇത് മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കി. കാരണം അവർക്ക് പറ്റത്തില്ല, വാർത്തയാക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കണ്ടതിൽ വെച്ച് ഞാൻ അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വാർത്തയാണ് കേട്ടോ. ആ വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എല്ലാവരും കണ്ടായിരിക്കും, ഞാനിവിടെ എന്തായാലും വെച്ച് ഒന്ന് കണ്ടു നോക്കാം കൂടെ. അപ്പോൾ ന്യൂസ് മോർണിംഗ് ആദ്യം പോകുന്നത് മുണ്ടക്കൈയിലേക്കാണ്. അവിടെ നിന്ന് കേരളത്തിന്റെ മനസ്സ് നിറയ്ക്കുന്ന ചില കാഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ദുരന്തത്തിൽപ്പെട്ട് എല്ലാം നഷ്ടമായ ആളുകളെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ആദ്യ വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ആ ഒരു ശുഭ കാര്യങ്ങളിലേക്ക് ആദ്യം കടക്കുന്നു. മുണ്ടക്കൈ ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ കുടുംബങ്ങൾ നടത്തുന്ന ഗൃഹപ്രവേശന ചടങ്ങാണ് ഇന്ന് നടക്കുക. ആദ്യഘട്ടത്തിൽ കൈമാറിയ 51 വീടുകളുടെ ചടങ്ങാണ് നടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കുടുംബങ്ങൾ വീടുകളിൽ താമസം തുടങ്ങിയിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും പരിപാടിയിൽ പ്രവേശനമുണ്ടായിരിക്കില്ല എന്ന് ലീഗ് നേതൃത്വം അറിയിച്ചിരുന്നു. യെസ്, അപ്പോൾ നേരെ പോകാം മുണ്ടക്കൈയിലേക്കാണ്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, അപ്പോൾ വളരെ മനോഹരമായ ഒരു സന്തോഷ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഫൈസലും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ 51 വീടുകളിൽ നേരത്തെ തന്നെ പലരും താമസം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓരോ വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകൾ, ഗൃഹപ്രവേശന ചടങ്ങൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ, ലീഗ് നേതാക്കളൊക്കെ എത്തും. പക്ഷേ അവരുടെ ഒരു സ്വകാര്യത മാനിച്ചുകൊണ്ട് പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ പാർട്ടി പ്രവർത്തകരോ ഒന്നും എത്തുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ മനോഹരമായ കാഴ്ചകളിലേക്കൊന്ന് പോകാം ഫൈസൽ. ജിൽസി, തീർച്ചയായും ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകം എങ്ങനെ ഒരു ദുരന്തം നടന്ന നാടിനെ ചേർത്ത് പിടിക്കാമെന്ന് കാണിച്ചു കൊടുത്തത് നമ്മൾ വയനാട്ടുകാരാണ്. 2024 ജൂലൈ 30 മഹാദുരന്തം നടന്നു. 300ഓളം മനുഷ്യരുടെ ജീവൻ നഷ്ടമായി, വീടുകൾ നഷ്ടമായി, തൊഴിൽ, അങ്ങനെ ഒരു 2 നാട് തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ടത് നമ്മളെ കൺമുന്നിലൂടെയാണ്. അവരിൽ നിന്ന് വലിയ സന്തോഷത്തിലേക്ക് അവർ ഇന്ന് നടന്നു നീങ്ങുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ
ടൗൺഷിപ്പിലാണ് 51 വീടുകൾ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു മനോഹാരിത ഞാൻ പറയുന്നതിലപ്പുറത്തേക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറയുന്നില്ല. അപ്പോൾ 1060 ചതുരശ്ര അടിയിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 8 സെന്റ് ഭൂമിയാണ് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ വെള്ളിത്തോട്, അതായത് ദുരന്തബാധിതർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വീട് വേണം എന്നുള്ളതായിരുന്നു. അതനുസരിച്ച് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ മുസ്ലിം ലീഗ് വീട് സ്ഥലം കണ്ടെത്തി അതിന് പ്രവൃത്തികളൊക്കെ തന്നെ തുടങ്ങി. സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് തറക്കല്ലിട്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കേവലം 8 മാസം പൂർത്തിയാകുമ്പോൾ, 8 മാസം എടുത്തിട്ടില്ല, അതിന് മുമ്പ് തന്നെ ആദ്യഘട്ട 51 വീടുകൾ പൂർത്തീകരിച്ച് ഫർണിച്ചർ അടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഫർണിച്ചർ അടക്കം നൽകിയാണ് ഇവർക്ക് വീട് കൈമാറിയത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. അതുമാത്രമല്ല മുസ്ലിം ലീഗിന്റെ വിവിധ കമ്മിറ്റികൾ ഏറ്റെടുത്തുകൊണ്ട് 1 മാസത്തെ ഭക്ഷ്യക്കിറ്റ് ഇവർക്ക് നൽകി, മിക്സി നൽകി, മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് വീടുകൾ കൈമാറിയതെന്ന് നമ്മൾ എടുത്തു പറയണം. 1060 സ്ക്വയർ ഫീറ്റാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അതിൽ 3 ബെഡ്റൂം ഉണ്ട്, 1 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അതിന് പുറമെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, അതിന് പുറമെ അടുക്കളയുണ്ട്, അതുപോലെ വർക്ക് ഏരിയ ഉണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. അതുമാത്രമല്ല, ഇനി ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മുകളിലേക്ക് എടുക്കണമെങ്കിൽ അതിനു കൂടിയുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് അടിത്തറ അത്രയും ഭദ്രമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വീടുകൾ കൈമാറിയിരിക്കുന്നത്. ഫെബ്രുവരി മാസം 28-ാം തീയതിയായിരുന്നു ഇതിൻ്റെ താക്കോൽ ദാന ചടങ്ങ് നടത്തിയത്. അന്ന് തന്നെ പൂർണ്ണമായും സൗകര്യം ഒരുക്കിക്കൊണ്ട് തന്നെയായിരുന്നു കൈമാറിയിരുന്നത്. എന്നാൽ ഈ വീട്ടുകാരുടെ ഒരു സൗകര്യവും അവരുടെ ഒരു രീതികളൊക്കെ അനുസരിച്ച് വീടുകൾ മാറാം, അല്ലെങ്കിൽ കുട്ടികളുടെ പരീക്ഷയുണ്ട്, മറ്റ് തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനമെടുത്ത ഒരു ഡേറ്റ് കാണുകയായിരുന്നു. ഈ മാസം 27 ഇന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുമെന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അതുപോലെ PMS സലാമുണ്ട്. ലീഗിൻ്റെ നേതാക്കളൊക്കെ തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഈ ഒരു പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് ആളുകൾക്കൊന്നും തന്നെ ഇവിടേക്ക് പ്രവേശനമില്ല എന്നുള്ളത് നേരത്തെ അറിയിച്ചിരുന്നു. അത് ഇവരുടെ ഒരു സ്വകാര്യത. അത് നേരത്തെ ഒരു കണ്ടില്ലേ എന്താ അല്ലേ, 8 മാസം കൊണ്ട് 51 വീടുകളാണ് പണി കഴിപ്പിച്ച് സെറ്റപ്പാക്കി ആ പാവപ്പെട്ട അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് കൊടുത്തിട്ടുള്ളത് നോക്കി. മാത്രമല്ല ഫർണിച്ചറും കാര്യങ്ങളെല്ലാം ഇവരെ കൊടുത്തിട്ടുള്ളൂ, ലീഗ് എല്ലാം കൊടുത്തിട്ടുള്ളത് എന്തല്ലേ. സാധാരണ ഒരു മനുഷ്യൻ ഗൾഫിൽ പോയി കിടന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ആ വ്യക്തി പണിയുന്നതിനേക്കാളും മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഞാൻ കുറ്റം പറഞ്ഞല്ല, പക്ഷേ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട് പണിയുന്ന ഒരു വീടിനേക്കാളും അതിമനോഹരമായിട്ടാണ് ഈ ദാനം ചെയ്തേക്കുന്ന വീടിൻ്റെ ഈ ഒരു അകത്ത് അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ആ ഒരു ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ, ഇത് മനോഹരമായിട്ട്. അതുപോലെ അത്രയും വീടുകൾ 51 വീടുകൾക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് 1 രൂപയെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാഴായിട്ടില്ല മക്കളെ. കണ്ടില്ലേ, അത് അവിടെ കാണാനുണ്ട്, ആ വീട്ടിൽ കാണാനുണ്ട്. അല്ലാതെ ചുമ്മാ ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ്റെ ഇത് ഇലക്ഷന് മുന്നോടിയായിട്ട് ടൗൺഷിപ്പിൻ്റെ പേരും പറഞ്ഞിട്ട് പെട്ടെന്നുള്ളൊരു കാറ്റിക്കൂട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കണ്ടില്ലേ വീടുകളൊക്കെ ചുമ്മാ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായുള്ള അവസ്ഥയിലാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ദുരന്തത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് കണ്ട സെൻറ്റിമെൻസും കാണിച്ച് കണ്ട അതും ഇതും കാണിച്ച് വായി വരുന്നതെല്ലാം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളുടെ പൈസയും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളുടെ പൈസയും അതുപോലെ ബിസിനസ് എത്ര മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഇതിലേക്ക് ഇവർക്ക് വേണ്ടിയിട്ട് സഹായം വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് പൈസകൾ കൈമാറിയിട്ടുള്ളത്. എത്ര മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഒന്ന് ആലോചിച്ച് നോക്കി. അതിനകത്ത് എല്ലാ മേഖലകളും, രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആളുകളുണ്ട്, സിനിമ കായിക മേഖലകളിൽ നിന്നുള്ള ആളുകളുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് ടീംസുകളുണ്ട്. അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള കോടിക്കണക്കിന് രൂപകൾ എന്ത് ചെയ്യും? ഇതെല്ലാം പുട്ടടിച്ചിട്ട് ലാസ്റ്റ് ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് കണ്ടില്ലേ അവർക്ക് വേണ്ടി വെച്ചു കൊടുത്ത വീട്. അവരെ കൂടപ്പിറപ്പുകളോ പോയി, പക്ഷെ സമാധാനമായിട്ടൊരു പുതിയൊരു വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും പേടിയാണ്. വീട് വെച്ച് കൊടുത്ത വീടിൻ്റെ ഭിത്തിയും അതും ഇതെല്ലാം പൊട്ടിപ്പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഒന്ന് ആലോചിക്കുക. അപ്പം ഇത് പറയുമ്പോഴത്തേക്ക് കുരു പൊട്ടിയിട്ട് കുറേ എണ്ണം ചിലപ്പം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിൻ്റെ ആളുകൾക്ക് അങ്ങോട്ട് വീട് വെച്ച് കൊടുത്ത്, ലീഗ് കണ്ട മുസ്ലിങ്ങൾക്ക് വീട് വെച്ച് കൊടുത്ത്, ലീഗ് ഈ പറഞ്ഞിട്ടുള്ള
ക്രിസ്ത്യാനികളെയും അല്ലെങ്കിൽ ഹിന്ദുക്കളെയും ലീഗ് തഴഞ്ഞ് വീട് വെച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഇതുമായിട്ട് ഒരു കള്ളപ്രചാരണവുമായിട്ട് ചിലപ്പം കുറേ കുരുപൊട്ടുന്ന കുറേ ടീംസുകൾ രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ ഒരു വീഡിയോ വെച്ചുതരാം, നിങ്ങളത് കണ്ടു നോക്ക്. ലീഗ് ഇവിടെ എല്ലാ മതക്കാരെയും എല്ലാ ആളുകളെയും തുല്യരായിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അതിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. മതവും ജാതിയും നോക്കാതെയാണ് 51 വീടുകൾ ലീഗ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു വാർത്തയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള പോലെ ലീഗിൻ്റെ ആളുകൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല വീട് വെച്ച് കൊടുത്തിരുന്നത്. അത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഉണ്ടല്ലോ കുറേ കൃമികൾ. ചിലപ്പം ഇത് കണ്ടിട്ടുണ്ടല്ലോ കുരു പൊട്ടുന്ന കുറേ കൃമികൾ ചിലപ്പം രംഗത്തിറങ്ങിയിട്ട് പറയും ലീഗിൻ്റെ ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു, കണ്ടില്ലേ അവരെ ആളുകൾക്ക് മാത്രമേ സഹായം ചെയ്തുള്ളൂ എന്ന രീതിയിലൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ വെച്ചേക്കുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അവസരത്തിലാണുള്ളത്. അതെ അതെ അതെ. എന്ത് തോന്നുന്നു ഇപ്പൊ? നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ 1.5 വർഷത്തിന് മുൻപ് വലിയൊരു ദുരന്തം ഉണ്ടായി. അപ്പൊ ഉണ്ടായിരുന്ന പിന്നെ വിഷമൊക്കെ ഇപ്പൊ മാറി ഈ വീട് കിട്ടിയപ്പോ. അത് നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ രാവിലെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞു. 4 മണിക്ക് വന്ന് പിന്നെ ഉമ്പ്രാന്തിരി വന്ന് ഹോമം തുടങ്ങിയതാണ്. പിന്നെ 7:30 ആകുമ്പോൾ പാല് കാച്ചി. പാല് കാച്ചലൊക്കെ കഴിഞ്ഞു. അതിന്റെ ഒരു സന്തോഷം. ഇനിയിപ്പോ വൈകുന്നേരം പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നാണ് പറഞ്ഞത്. എല്ലാരും കൂടിയിട്ടുള്ള ഒരു ഗൃഹപ്രവേശന ചടങ്ങ്. അതെ അതെ അതെ. എന്താ ഉഷാറാണോ? ആത്മിക അല്ലേ മോളുടെ പേര്? ആത്മിക. നിന്റെ പേരെന്താ? അവനിക. എന്തിന്റെ പുതിയ വീട്? രസമുണ്ട്, അടിപൊളിയാ. രാവിലെ വന്നപ്പോ ഗണപതി ഹോമൊക്കെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1-ല്. അതായത് ഗൃഹപ്രവേശന ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. അർജുൻ, എന്ത് ഭംഗിയാണ് വീടിന്റെ സ്വീകരണ മുറി കാണാൻ. അതിലുള്ള ഫർണിച്ചറും മുസ്ലിം ലീഗ് തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാ തരത്തിലും സൗകര്യമുള്ള വീടുകളാണ്. ഏറ്റവും മാതൃകാപരമായി ലീഗ് പല ഘട്ടങ്ങളിലും അങ്ങനെ എപ്പോഴും വളരെ പക്വതയാർന്ന സമീപനം ഈ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു കൈ നൽകുന്ന മറുകൈ അറിയരുത് എന്ന രീതിയിലുള്ള, ഇപ്പോൾ ലീഗ് നൽകുന്നു എന്നുള്ളത് അത് അറിയിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു ആഘോഷമാക്കാതെ ദുരന്തബാധിതർ കണ്ടില്ലേ, അവരൊരു ഹിന്ദു ഫാമിലിയാണ്. കണ്ടല്ലേ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉരുപൊട്ടുന്ന ആളുകൾ നിങ്ങൾ ഇതും കൂടെ കാണുക. കാരണം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്, അതിനകത്ത് ഹിന്ദുക്കളുണ്ട്, അതിനകത്ത് ക്രിസ്ത്യൻസ് ഉണ്ട്, ഇനി ഈ പറഞ്ഞിട്ടുള്ള ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളുകളുണ്ടോ അവരും ചിലപ്പം കാണുമായിരിക്കും അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള നിരീശ്വരവാദികളായിട്ട് നടക്കുന്ന ആളുകളും കാണും. അപ്പം എന്തായാലും മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ളത് ഭയങ്കര നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യം തന്നെ. എത്ര അഭിനന്ദിച്ചാലും മതി വരത്തില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 51 വീടുകൾ 8 മാസം കൊണ്ട് പൂർത്തീകരിച്ച് കൊടുക്കണമെങ്കിൽ സമ്മതിച്ചേ പറ്റൂ, മുസ്ലിം ലീഗിനെ അഭിനന്ദിച്ചേ പറ്റൂ. ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വാർത്തയാണ്, ഏറ്റവും സന്തോഷം തോന്നിയൊരു വാർത്തയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. മുസ്ലിം ലീഗ് ഈ ചെയ്തതിനോട്, ഈ ചെയ്ത പ്രവൃത്തി എത്രത്തോളം മനോഹരമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.